ഹായ് ഓൾ, മൈ സ്വീറ്റ് മോബ്സ്റ്റാന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താകട്ടെ ഉൺഹേനയാണ് കാണിക്കുന്നത്. അവളുടെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രോ ആണ് ഇത്. കുട്ടികൾക്കുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റർ ആണ് അവളെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മോൺസ്റ്ററിന്റെ അടുത്ത് നിന്നും കുട്ടീനെ രക്ഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ വേഷമൊക്കെ ചെയ്യുന്ന ഉൺഹേനയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതാകട്ടെ അവളുടെ വീഡിയോയുടെ ഒരു ഭാഗമായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു അവളും പോലീസിന്റെ വേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് അവളും ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ റോളുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അത് വിൽക്കുവാനായിട്ടായിരുന്നു അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളാകട്ടെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ കമ്പനിയുടെ സിഇഒയും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുകയാണ്. പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയ ആളാകട്ടെ പ്രൊമോഷൻ വീഡിയോ ഒഴികെ ബാക്കിയുള്ള വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എത്തിയിരിക്കുകയാണ്. സിഇഒ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിന് ഒരുപാട് വിലയൊക്കെ ആകുന്നതായിരിക്കും. ഇത്ര വില കൂടിയ സാധനങ്ങളൊക്കെ പേരൻസ് കുട്ടികൾക്ക് എങ്ങനെയാണ് വാങ്ങിച്ചു കൊടുക്കുക? പണമൊക്കെ കുറവുള്ള ഒരുപാട് പേരൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയിരിക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ വില കൂടിയ സാധനങ്ങൾ ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ ഒരു സമയത്ത് നീ കുട്ടികളെ കുറിച്ചല്ല മറിച്ച് കമ്പനീനെ കുറിച്ചാണ് നോക്കേണ്ടത്. പിന്നെ നിന്റെ വീഡിയോസിന് വ്യൂസ് വളരെയധികം കുറവാണ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കമ്പനി നീയുമായിട്ടുള്ള കോൺട്രാക്ട് ഒന്നും പുതുക്കി തരികയില്ല എന്ന കാര്യമൊക്കെ സിഒയും തുറന്നടിച്ച് പറയുന്നു. അടുത്തതായിട്ട് ചിഹ്വാനെയും ടീമിനെയും കാണിക്കുകയാണ്. ചിഹ്വാന്റെ ടീം പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ഫുഡ് കഴിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെയിരിക്കെ ചിഹ്വാൻ ജയിലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പിന്നിൽ ആരായിരിക്കുമെന്നൊക്കെ അവർ ഒരുപോലെ സംശയിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കിറ്റി ഗാങ്ങിലെ ലീഡറിന്റെ വലങ്കൈ ആയിട്ടുണ്ടായിരുന്ന ഗാംഗിൽ ഉണ്ടായിരുന്നല്ലോ. സോ ഗാംഗിലിനാണ് അവർ എല്ലാവരും തന്നെ സംശയിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ചുവയെങ്ങും ഒരു ഡ്രഗിനെ കുറിച്ചൊക്കെ ചിഹ്വാന്റെ അടുത്തും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കുട്ടികളുടെ മിഠായി പോലെ ഇരിക്കുന്ന ആ ഒരു ഡ്രഗ്സ് ആകട്ടെ തായ്ലാന്റിൽ നിന്നും ഇറക്കുമതിയൊക്കെ ചെയ്തതാണ്. മാത്രമല്ല ആ ഒരു ഡ്രഗ്സ് ഒക്കെ വിൽക്കുവാനായിട്ട് കിറ്റിഗാങ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് ജോയെങ്ങും അറിയിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു മിഠായി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്ന ഷെയ്ഖ്വാൻ ആകട്ടെ നേരത്തെ ഉൺഹേനെ തട്ടിയ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് പോയ മിഠായി ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തെടുക്കുകയാണ്. ഉൺഹ ഒരു പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുവാനായിട്ട് ഇരിക്കുകയാണ്. സോജുവിന്റെ ബോട്ടിൽ പോലത്തെ ഒരു ഡ്രസ്സൊക്കെയാണ് അവൾ ഇട്ടിട്ടുമുള്ളത്. അവളുടെ ഫ്രണ്ടിനോട് ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ പറയുന്നു. അപ്പോഴായിരുന്നു തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബോർഡൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. ഡംപ്ലിങ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയൊക്കെ ആയിരുന്നു അതെങ്കിൽ പോലും ആ കടയുടെ പേര് ഹ്യുൻവു എന്നായിരുന്നു. ആ ഒരു പേരിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. സോ അവൾ ആ ഒരു കടയൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കുട്ടി വന്ന് അവൾക്കിട്ട് തട്ടുകയാണ്. അവളും എന്താണ് സംഭവം എന്നൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആ കടയിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ചീഹ്വാനെയും അവൾ കാണുന്നു. ജിഹ്വാൻ കാണാതെ അവളും ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ജിഹ്വാൻ ആകട്ടെ നേരത്തെ അവളെ തട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടീനെയൊക്കെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അവന്റെ കയ്യിൽ നിന്നും കുറെ അധികം പണവും ജിഹ്വാൻ പിടിച്ചു മേടിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നിന്നും പോലും പണമൊക്കെ തട്ടിയെടുക്കുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള ആളെന്ന രീതിയിലായിരുന്നു ജിഹ്വാനെ കുറിച്ച് ഉൺഹയ്ക്കും ഒരു ഇമേജ് ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ പിന്നെ അവനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്ന അവളാകട്ടെ നേരെ വന്നിട്ട് അവന്റെ തലക്കിട്ടൊരു കൊട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കുന്നു. ആരാണ് തനിക്കിട്ട് കൊട്ടിയതെന്നൊന്നും അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്ന സോജയുടെ കുപ്പിയൊക്കെ അവനും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ജിഹ്വാൻ അതൊന്നും തന്നെ കാര്യമാക്കാതെ കടയ്ക്കകത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോഴാണ് കടയുടെ ഓണർ കടയിലേക്കൊക്കെ എത്തുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തി കടയിൽ ഇല്ലാത്ത സമയത്ത് നേരത്തെ കണ്ട പയ്യൻ കടയിൽ വന്ന് പണമൊക്കെ മോഷ്ടിച്ചോണ്ട് പോയതായിരുന്നു. ആ പണമായിരുന്നു ഇപ്പോൾ അവൻ തിരികെ മേടിച്ചിട്ടുണ്ടായിരുന്നതും. എന്തായാലും കടയിലെ മുത്തശ്ശിയും അവനും കുറച്ച് ക്ലോസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. മുത്തശ്ശിയും കടയിൽ നിന്നും കുട്ടികൾ പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുകയാണെങ്കിലും അത്ര വലിയ കാര്യമല്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. മുത്തശ്ശിക്ക് ഒരു കൊച്ചുമോനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഷീഹ്വാനെയും കൊച്ചുമോനെ പോലെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ പോയി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് അവൻ കഴിച്ച ഫുഡിനേക്കാളും കൂടുതൽ പണമൊക്കെ നൽകിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ മുത്തശ്ശിയും മനസ്സിലാക്കുകയാണ്. ഒരു ഫേസ് മാസ്കിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു ഉൺഹയും സോഷ്യന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവിടെ എത്തുന്ന മദ്യപാനിയായിട്ടുള്ള ഒരാളാകട്ടെ സോജുവിന്റെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ തന്നെ സോജു വേണം, ഞാൻ സോജുവിനെ ഹക്ക് ചെയ്യുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ പിന്നാലെ കൂടുകയാണ്. അവളും
പോലീസിനെ വിളിക്കുമെന്ന് പോലും പറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്ന ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ സോജുനെ ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അയാളും അവളുടെ പിറകെയൊക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ആയിരുന്നു അവളുടെ മുമ്പിലായിട്ടൊക്കെ ജിഹ്വാനും എത്തുന്നത്. ജിഹ്വാനെ കണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു മദ്യപാനിയും പെട്ടെന്ന് സോജുവിന്റെ ടോപ്പിലെ ആ ഒരു ഭാഗമൊക്കെ ഊരി മാറ്റുകയാണ്. ഇപ്പോഴാകട്ടെ ജിഹ്വാനും അവളും പരസ്പരം നോക്കിയൊക്കെ നിൽക്കുന്നു. അവൾക്കും ഒന്ന് അനങ്ങുവാനായിട്ട് പോലും സാധിക്കാതെ ആകെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. ജിഹ്വാന്റെ കയ്യിൽപ്പെട്ടാൽ വെറുതെ വിടുകയില്ല എന്ന കാര്യമൊക്കെ അവൾക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടായിരുന്നു അവൾ നോക്കിയതും. പക്ഷെ ജിഹ്വാൻ ആകട്ടെ പിന്നാലെ തന്നെ ഓടുന്നുമുണ്ട്. ഒടുവിൽ ഓടി ഓടി അവളും ജിഹ്വാനിട്ട് ചെന്ന് തട്ടുകയും അവിടെ മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യുന്നു. അവൾ ഇട്ടിരുന്നത് വൃത്താകൃതിയിലുള്ള ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് എണീക്കുവാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ജിഹ്വാന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അവളും എണീക്കുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങൊക്കെ അവളെ അണിയിച്ചതിന് ശേഷം, നീ ആ കാറ്റ് ഗാങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ? ചുമപ്പും മഞ്ഞയും നീലയും നിറത്തിലുള്ള ആ ഒരു ഡ്രഗ്സ് ഒക്കെ നീ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അവൻ എന്താണ് പറയുന്നതെന്നൊന്നും തന്നെ അവൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിലും പിന്നീട് ക്ലബിൽ വെച്ച് കണ്ടപ്പോൾ അത് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവളും നേരത്തെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മിഠായിനെ കുറിച്ചാണ് അവനിപ്പോൾ പറയുന്നതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്നത് ഡ്രഗ്സ് അല്ല, മറിച്ച് മിഠായി ആയിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇനി തിരിച്ച് അവൾ നിന്നിട്ടുണ്ടായിരുന്ന കടയിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ആ കടയിലെ ഓണർ അവളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയായിരുന്നു. അതായത് നേരത്തെ അവളെ ആ കടയുടെ മുമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളും കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവിടെ വലിച്ചെറിഞ്ഞിട്ടൊക്കെ ആയിരുന്നല്ലോ ഓടി രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണറും അവളെ ആ ഒരു പരിപാടിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. എന്തായാലും അവളുടെ പണി പോയി. എന്നാൽ പിന്നെ അവൻ പറഞ്ഞ കാര്യമെങ്കിലും നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും ബാഗിൽ നിന്നും മിഠായിയൊക്കെ എടുത്തതിന് ശേഷം അതെല്ലാം കൂടി എടുത്ത് വായിക്കകത്തേക്കൊക്കെ ഇടുകയാണ്. അത് ഡ്രഗ്സ് ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന അവനും അവളോട് അതെല്ലാം തന്നെ തുപ്പിക്കളയെന്നൊക്കെ പറഞ്ഞ് അവൾക്കിട്ട് രണ്ട് കൊട്ടൊക്കെ കൊടുത്ത് അവളുടെ വായിലുണ്ടായിരുന്ന ഒരു മിഠായി ഒഴികെ ബാക്കിയുള്ള എല്ലാ മിഠായും താഴേക്കൊക്കെ ഇടുന്നു. പക്ഷെ ഒരു മിഠായി മാത്രമായിട്ട് അവളുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങി പോകുകയാണ്. അങ്ങനെ കിടക്കുകയാണെങ്കിൽ അപകടമൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവനും അത് കളയുവാനായിട്ട് മാക്സിമം അവളെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. പിന്നീട് കാര്യങ്ങളൊക്കെ ആകെ കുടുങ്ങിപ്പോകുമെന്ന് വിചാരിക്കുന്ന അവനും അകത്ത് പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും അവളുടെ വായിൽ നിന്നും പോന്നിട്ടുണ്ടായിരുന്ന മിഠായി നേരെ അവന്റെ വായിലൊക്കെ ചെന്ന് വീഴുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെയധികം സന്തോഷത്തില് കാറ്റ് ഗാങ്ങിന്റെ ലീഡർ ആയിട്ടുള്ള യാങ് എത്തിയിരിക്കുകയാണ്. അതായത് ജിഹ്വാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നതൊക്കെ അവരുടെ തന്നെ ക്ലബിൽ വെച്ചായിരുന്നു. അത് നേരിട്ട് കാണുവാനായിട്ട് അവന് സാധിച്ചില്ലെങ്കിലും CCTV വിഷ്വൽസ് ഒക്കെ കണ്ട് സംതൃപ്തി അടയാമെന്നൊക്കെ വിചാരിച്ച് അവനും എത്തുന്നുണ്ടെങ്കിൽ പോലും CCTVയിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ കാങ്കിൽ നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് കാറ്റ് ഗാങ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ കൂടെ ഒരു പൂച്ചക്കുട്ടിയും ഉണ്ടായിരിക്കും. പിന്നീട് ക്ലബിന്റെ അകത്തേക്കൊക്കെ യാങ് എത്തി കഴിയുമ്പോഴത്തേക്കും മിഠായിയുടെ രീതിയിലുള്ള ഡ്രഗ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നതും കാണിക്കുന്നു. ഇനി കഴിച്ചത് ഡ്രഗ്സ് ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ജിഹ്വാൻ ഇരുന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും നേരെ ഹോസ്പിറ്റലിൽ പോയി ഒരു ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും തന്നെ ഡ്രഗ്സ് അല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവൾക്കും ഒട്ടും തന്നെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് അവളുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് നിന്ന് 50 മീറ്റർ അകന്ന് മാത്രമേ ഇനി മുതൽ നീ നിൽക്കുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ അവളുടെ അടുത്ത് ജിഹ്വാൻ പറയുമ്പോഴത്തേക്കും അവളും ആദ്യം അത് കാര്യമാക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് അവൻ കുറച്ചുകൂടി ദേഷ്യത്തിൽ ആ ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അവളും അവിടെ നിന്നും ഓടിപ്പോകുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളും അവളുടെ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പറയുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ പേരൊക്കെ കണ്ടിട്ടായിരുന്നല്ലോ അവളും കടയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്രയേറെ പ്രശ്നം ഉണ്ടായത്. ഇനി എപ്പോഴൊക്കെ ആ പേരും പറഞ്ഞ് അതിന്റെ പിറകെ പോകുകയാണെങ്കിലും അപ്പോഴൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഫ്രണ്ടും അവളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഹിനു എന്ന പേരിന് പിന്നിലെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുകയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താകട്ടെ അവളും മീഹോയും കൂടി നടന്നു വരുന്ന സമയത്ത് അവളുടെ അടുത്തേക്കൊക്കെ ഒരു ബിസിനസ് കാർഡ് ആരോ വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഹ്യുനു എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും നേരെ കടയിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഹ്യുനു എന്നായിരുന്നില്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളും വായിച്ചതിന്റെ മിസ്റ്റേക്ക് കാരണമായിരുന്നു അങ്ങനെ തോന്നിയത്. പിന്നീട് ഒരിക്കൽ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ബുക്കിന്റെ മുകളിൽ ഹ്യുനു എന്ന് എഴുതിയതൊക്കെ അവൾ ശ്രദ്ധിക്കുകയും അവളാകട്ടെ അവിടെ ഇരുന്ന ആളെ വിളിച്ചെണീപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് 31 വയസ്സുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ അവൾ ഉദ്ദേശിച്ച ഹ്യുനുവോ അല്ല അതേ എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് ഒരിക്കൽ അവൾ ഫാർമസിയിൽ ചെന്ന സമയത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ആളുടെ പേരും ഹ്യുൻവോ എന്നൊക്കെ ആയിരുന്നു.
പക്ഷെ അത് ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ ഫ്രണ്ടാണ്. അവളും ആ ഒരു പേരൊക്കെ കണ്ട് പ്രശ്നമാകേണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളുടെ ഫ്രണ്ടും അയാളുടെ ഷർട്ടിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഭാഗം മറച്ചു വെക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാളുടെ സംശയരോഗിയായിട്ടുള്ള ഭാര്യ ആ ഒരു സമയത്ത് അവിടേക്ക് കടന്നു വരികയും അവരെ ആ ഒരു സന്ദർഭത്തിൽ അവിടെ കാണുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ വഴക്കാകുകയും ചെയ്യുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പണ്ട് മുതലേ പരിചയമുള്ള ഒരാളായിരുന്നു ഹിനുവു. അവളും ആ ഒരു പേര് മാത്രമായിരുന്നു അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവന്റെ ലാസ്റ്റ് നെയിം എന്താണെന്നുള്ള കാര്യം അവൾ ഓർക്കുന്നു കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെ ഹിനുവു എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അവൾ തപ്പി നടക്കുന്ന ആൾ അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നതും. പക്ഷെ എപ്പോഴൊക്കെ അങ്ങനെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും പണി വാങ്ങി കൂട്ടിയിട്ടുമുണ്ട്. ഹ്യുനുവിനെ കുറിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവസാനമായിട്ട് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയോ ഹാപ്പി ആയിട്ടൊക്കെ അവൻ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവളും ഇരിക്കുന്നു. ഇപ്പോഴാകട്ടെ റിയൽ ആയിട്ടുള്ള ഹ്യുനുവിനെ കൂടി കാണിക്കുന്നു. സോ ഹ്യുനു ആണ് ഈ ഒരു ഡ്രാമയിലെ സെക്കൻഡ് ഹീറോ. അവനും ഒരു പ്രോസിക്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കുന്നു? ബൈ.